ഹായ് ഫ്രണ്ട്സ്, ബൈടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കീ സെറ്റ് ലൂസ് കോൺടാക്റ്റ് ആണ്. ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ചാവി ഓണിലാണ്, പക്ഷേ ചാവി ഓൺ ആകുന്നില്ല. കണ്ടില്ലേ, മീറ്റർ ലൈറ്റ് ചെയ്തില്ല. പക്ഷേ കുറച്ചൊരു പോയിന്റ് ബാക്കോട്ട് ആക്കിയാൽ മാത്രമേ ഈ ഒരു ചാവി പോയിന്റിൽ കണ്ടില്ലേ, ഈ ഒരു പോയിന്റിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യും. മീറ്റർ കണ്ടില്ലേ, വണ്ടി ഓൺ ആവുന്നുള്ളൂ. കണ്ടോ, ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ശരിയാക്കാമെന്നാണ് ഞാനൊരു ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പോവാം. ഇങ്ങനെ കൂടുതൽ നമ്മളെ കസ്റ്റമർ കൊണ്ടുവരുന്നത് വെച്ചാൽ ഗ്ലാമർ, പാഷൻ പ്ലസ്, പാഷൻ പ്രോ, അങ്ങനെ സ്പാൻഡർ ടൈപ്പ് വണ്ടികളിലൊക്കെ ആണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കണ്ടോ, ഇതൊരു പോയിന്റിൽ മാത്രമേ കണ്ടോ ഓൺ ആവുന്നില്ല. കണ്ടോ, തിരിച്ചാൽ നമ്മൾ ഇതിങ്ങനെ റണ്ണിങ്ങിൽ നമ്മൾ ഓടുമ്പോൾ ഒക്കെ കട്ടലൊക്കെ ചാടിയാൽപ്പോൾ ഈ ഒരു വണ്ടി ഓഫായി പോകാനും മിസ്സിങ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ചാവി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മാറ്റുമ്പോൾ ഓവർ കോസ്റ്റൊക്കെ വരും, ഒരു 10-800 രൂപയൊക്കെ വരും. മൊത്തം സെറ്റ് മാറ്റണം. ഇത് ഈ ലോക്ക് മാത്രമേ കംപ്ലീറ്റ് നമ്മൾ അയച്ച് ശരിയാക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അത് ശരിയാക്കുന്നതാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ നമ്മൾ ഷോപ്പിലൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ കൂടുതൽ വണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ശരിയായി കൊടുക്കലുണ്ട്. അതിൻ്റെ ഉള്ളിൽ റെസ്റ്റ് കയറിയിട്ട് ഈ ചാവി ടൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഓയിലൊക്കെ ഇട്ടിട്ട് ശരിയാക്കി എടുക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഓയിലിട്ടാലൊന്നും റെഡി ആവില്ല. ജസ്റ്റ് നമ്മൾ W40 ഒക്കെ അടിച്ചാൽ ചിലതൊക്കെ കിട്ടുമെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ ഒരു വൈസറിൻ്റെ മുകളിൽ ഈ ഹാൻഡിൽ ബാറിൻ്റെ വരുന്ന ഭാഗം ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യണം. കേട്ടോ, ഇത് ഹാൻഡിലിൻ്റെ ഈ ഒരു ബുഷ് ഓപ്പൺ ചെയ്തിട്ട് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു കോൺസെറ്റിൻ്റെ ബോൾട്ട് ലൂസാക്കണം. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് ആബ്സർമല്ലേ ഇവിടുത്തെ വരുന്നുണ്ടല്ലേ 212 കണ്ടോ, ആ ഒരു ബോൾട്ട് 3 ബോൾട്ട് ലൂസാക്കി നമുക്ക് ഈ വൈസറിൻ്റെ ടോപ്പ് ഒന്നായിട്ട് ഊരിയെടുക്കാം. ഇത് ഗ്ലാമറിൻ്റെ ആയിക്കൊണ്ടാണ് ഇങ്ങനെ ഊരുന്നത് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പാഷൻ പ്ലസ് ഒക്കെ ആണെങ്കിൽ സ്പെൻഡറൊക്കെ ആണ് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു മീറ്ററിൻ്റെ 2 ഞെട്ടയച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ലോക്ക് സെറ്റ് ഊരിയെടുക്കാം. ലോക്ക് സെറ്റ് ഊരിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ആയിട്ടാണ് ഗ്ലാമറിൻ്റെതായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം എല്ലാ വണ്ടിയിലും ഈ ഒരു കംപ്ലയിൻറ്റ് കൂടുതൽ വരുന്നുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നതിന് ശേഷം ആ ബാക്ക് മുകളിലൊന്നായിട്ട് മുകളിലോട്ട് പൊക്കിയ കഴിഞ്ഞാൽ നമ്മൾ ആ ലോക്കിൻ്റെ സൈഡ് താഴെ ഭാഗം വരുന്ന ഭാഗം നമുക്ക് അയച്ചെടുക്കണം. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നതിന് ശേഷം പിന്നെ കണ്ടില്ലേ, ഇത് ബോഡി ഒന്നായിട്ട് പൊന്തിച്ചതിന് ശേഷം നമ്മളെ കീ സെറ്റിൻ്റെ നേരെ താഴെ ഭാഗത്ത് കണക്ഷൻ വരുന്നൊരു ഭാഗത്ത് കണ്ടില്ലേ ഒരു ക്ലിപ്പ് ഉണ്ടാവും. നമ്മൾ ഒരു 3 സ്ക്രൂ ഉണ്ടാവും അതിൻ്റെ താഴെ സ്ക്രൂ ഇങ്ങോട്ട് ഊരിയെടുത്താൽ അങ്ങോട്ട് ഊരാൻ കിട്ടും. ഒരു പിന്നും ഇതൊക്കെ വരുന്നുണ്ടല്ലേ, ആ 2 ബോൾട്ട് കണ്ടില്ലേ, ഈമലേക്കാണ് ആ ഒരു ചാവിൻ്റെ കീ സെറ്റിൻ്റെ ഇത് ഈമല പിടുത്തം വരുന്നത്. അതിന് ശേഷം നമ്മൾ ആ കുറച്ച് അതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കിയാൽ അതിൻ്റെ അടിയിലെ ഭാഗം കൊണ്ട് തുറന്നെടുക്കാം. നമുക്ക് ആ തുറന്നെടുത്താൽ നമ്മൾ ആ ചാവി നേരത്തെ ഓഫ് ഓണാവുന്ന ഇവിടെ നിന്നാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതിലേ കണക്ഷൻ വന്നിട്ട് ഇവിടുന്ന് ത്രൂ ആയിട്ട് തിരിച്ച് പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിവിടെ കണ്ടില്ലേ ഫുള്ള് കണ്ടോ കരട് കയറിയിട്ടുണ്ടല്ലേ, പൂപ്പൽ പിടിച്ച് കിടക്കുക. എന്നിട്ടാണ് ഈ ചാവി സ്വിച്ചിന് ഇങ്ങനെ ചെറിയ ഷോർട്ട് തിരിച്ച് വരുമ്പോൾ വരുന്നത്. കണ്ടില്ലേ, ആ നല്ലോണം നമ്മൾ എമരി പേപ്പർ വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ. ഇതിനെക്കൊണ്ട് നമ്മൾ ചാവി സെറ്റ് കംപ്ലീറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും കാണിച്ചാൽ ചിലപ്പോൾ കമ്പനിയിലോ അങ്ങനെയൊക്കെ കാണിച്ചാൽ ഷോറൂമിലോ കാണിച്ചാൽ ഇതൊക്കെ ചാവി സെറ്റ് ഒന്നായിട്ട് ലോക്ക് സെറ്റ് മാറ്റണം എന്നായിരിക്കും പറയില്ല. പക്ഷേ ആ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ക്ലീൻ ചെയ്താൽ എമരി പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്താൽ അതും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ 2 പിന്നും വരുന്നുണ്ടല്ലേ, ഈ പിന്നാണ് ഇമ്മലെ ഷോർട്ടായിട്ട് ചാവി ഓണായി റിട്ടേൺ പോവാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അയച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ടില്ലേ 150 രൂപ വരും. ഇതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ. അല്ലാണ്ട് കൂടുതൽ ഇത് ഫുള്ളായിട്ട് സെറ്റ് മാറ്റുമ്പോൾ 1000-800 രൂപയൊക്കെ വരും. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ലോക്ക് സെറ്റ് മാത്രം മാറ്റുകയാണെങ്കിൽ 2 ചാവി വേണ്ടിയിട്ട് ടാങ്കിന് വേറെ, അതുകൊണ്ട് ഉള്ള റിസ്ക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് മാറ്റുമ്പോൾ എല്ലാം കൂടി ഒരു 1000 രൂപയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതാകുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ടാൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറേ കാലം കഴിയുമ്പോൾ കാലപ്രവേശം ഇങ്ങനെ പ്രശ്നം വരുന്നതാണ്. നമുക്ക് കൂടുതലും ഈ ഒരു പ്രശ്നം വരലുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ റണ്ണിങ്ങിലൊക്കെ ഓടുമ്പോൾ പ്രശ്നം വരാനൊക്കെ സാധ്യതയുണ്ട്. ഓഫായി പോകാൻ മിസ്സിങ് പ്രോബ്ലം ഇതിനെ കൊണ്ട് വരും. അതുകൊണ്ട് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ വീഡിയോസിനായിട്ട്. അതുപോലെ നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടില്ലേ, അതിൽ പിൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ തിരിച്ച് നമ്മൾ അയച്ച പോലെ എന്നാൽ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് പെട്ടെന്ന് സ്പീഡായിക്കുന്നു, കൂടുതൽ ലാഗാക്കിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചത്. നമ്മൾ അയച്ചപ്പോൾ എന്നാൽ അങ്ങോട്ട് തിരിച്ച് കണ്ടല്ലോ, ആ ഒരു പിന്നും ആ ഒരു അടിയിൽ വരുന്ന ലോക്കിനാണ് ആ ലോക്ക് സെറ്റ് ചെയ്യുമ്പോഴേക്കാണ് ഇവർ ഓഫ് ഓൺ ആകുമ്പോൾ തിരിയുമ്പോൾ ഇവിടെ ലോക്ക് ഓൺ ആവും. അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. നമ്മൾ ആ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ അതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അതുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നേരത്തെ ഡിഫറൻറ്റ് കാണിച്ചു തരാം ഞാൻ ഓണാവുന്നതിൻ്റെ. കണ്ടോ, നമ്മൾ ഇങ്ങനെ തന്നെ ഫിറ്റ് ഓണാക്കിയിട്ട് ചെക്ക് ചെയ്താണ്. കണ്ടോ, ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ല തിരിച്ച് ഓണാണോ ഓണിലാണ്. ഇപ്പോൾ ഒരു ലൂസ് കോൺടാക്റ്റും അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. കണ്ടില്ലേ, അന്ന് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ ആ വണ്ടിക്ക് നോക്കി നോക്കുക. അതിന് ശേഷം നമ്മൾ ആ ഊരിയെടുത്ത ആ 3 ബോൾട്ട് അതിൻ്റെ താഴെ ബോൾട്ട് ഉണ്ടാവും.
ആ ബോൾട്ട് നമ്മൾ തിരിച്ച് സ്റ്റാർ സ്ക്രൂ വെച്ച് ടൈറ്റായി കൊടുക്കണ്ടല്ലേ. ആ ടൈറ്റായി കൊടുത്താൽ അതൊക്കെ ഭാഗം കഴിഞ്ഞ് ഇതിന് ശേഷം നമ്മൾ ഊരിയപ്പോൾ തിരിച്ചങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ജസ്റ്റ് പിന്നെ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ കസ്റ്റമർ നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റും പറഞ്ഞാണ് വരൽ. അതുകൊണ്ട് നമുക്ക് ഇത് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ചാവി സെറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇപ്പോൾ സിമ്പിളായിട്ട് റെഡി ആയിട്ട് അരമണിക്കൂർ 10-20 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ ഇത് ചെയ്യാൻ. എന്നിപ്പോൾ കണ്ടില്ലേ, സ്പെൻഡറും പാഷൻ പ്ലസും അങ്ങനത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് ഫുള്ളായിട്ട് അയക്കണമല്ല, മീറ്ററിൻ്റെ ഫ്രണ്ടത്തെ 2 ഞെട്ടയച്ച് നമ്മൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.